Surface areas and volumes in the question ആണ്. A medicine capsule is in the shape of a cylinder of radius 0.25 cm with two hemispheres stuck to each of its ends. The length of the entire capsule is 2 cm. What is the total surface area of this capsule? ഈ ക്യാപ്സ്യൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ പ്ലസ് 2 ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയേഴ്സ് എന്നാണ്. ഇവിടെ 2 ഹെമിസ്ഫിയർ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് രണ്ടിൻ്റെയും CS ആണ് വേണ്ടത്, അതായത് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ സിലിണ്ടറിക്കൽ പോർഷൻ്റെ ഹൈറ്റ് വേണം നമുക്ക്. 2πRH ആണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് H വേണം. സോ H എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2 cm ആണ്. അതിൽ നിന്നും ഈ രണ്ടിൻ്റെയും ലെങ്ത്, അതായത് റേഡിയസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.25 പ്ലസ് 0.25 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും. അതായത് 2 മൈനസ് 2 ഇൻറ്റു 0.25 ദാറ്റ് ഈസ് 1.5. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിക്കൽ പാർട്ട് എന്ന് പറയുന്നത് 2πRH ആൻഡ് 2 ഇൻറ്റു ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πR². നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് 2πR നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, 2πR നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ Hഉം ഇവിടെ 2πR പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഒരു Rഉം ഇവിടെ ഒരു 2 ഉണ്ടായിരിക്കും, 2R. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് ഈസ് 0.25 ഇൻറ്റു H ഈസ് 1.5 പ്ലസ് 2 ഇൻറ്റു 0.25. ഓക്കെ, 1.5 പ്ലസ് 2 ഇൻറ്റു 0.25 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ദെൻ 2 ഇൻറ്റു 22/7 ഇൻറ്റു 0.25 ഇൻറ്റു 2, 0.25ന് 25/100 എന്ന് എഴുതാം. ഇനി 2 ഇൻറ്റു 2 4 ആണ്. 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. ഓക്കെ, 4 ഇൻറ്റു 100, 4 ആൻഡ് 100 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. ദെൻ 25ഉം 25ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 22/7 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3.14 cm² ആണ്. അതായത് ഈ ക്യാപ്സ്യൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3.14 cm².